നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമായ ബലിപെരുന്നാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി അന്യായമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM കൊപ്രകളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കയ്പമംഗലത്ത് തെരുവുനായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമായ ബലിപെരുന്നാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. ബലിപെരുന്നാൾ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മസമർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ദൈവഹിതം പാലിക്കാനായി മകൻ ഇസ്ലാമിനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ വിശ്വാസവും ത്യാഗവും സന്നദ്ധയുമാണ് ബലിപെരുന്നാളിന്റെ അന്തസത്ത. ഇബ്രാഹിമിന്റെ വിശ്വസ്തതയിൽ പ്രീതനായ അല്ലാഹു മകനെ ബലിയർപ്പിക്കുന്നതിനു പകരം ആടിനെ അറുക്കാൻ അരുളുകയായിരുന്നുവെന്നാണ് വിശ്വാസം. ബലിപെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാപൂർവ്വം സംഗമിച്ച് പരസ്പരം ആശംസകൾ നേരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സമരം നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, TV ഷൈൻ, CS മണികണ്ഠൻ, നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PK വാസൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഷോല മഹേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, മധു അന്തിക്കാട്ട്, അംബിക രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ED അന്യായമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM കൊപ്രകളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. TV സുരേഷ് ബാബു, NK സുരേഷ്, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലത്ത് തെരുവുനായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. ഇന്നലെ മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പോലീസ് എന്നിവരുടെ പ്രതിനിധികളുമായി ഭരണസമിതി അടിയന്തര ആലോചന യോഗം ചേരുകയും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതും ആക്രമണകാരികളുമായ നായകളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിയമപരമായ എല്ലാ നടപടികൾക്കും വകുപ്പുകളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വഴിയമ്പലം, 3 പീടിക, അറവുശാല തുടങ്ങിയ പ്രദേശങ്ങളിലെ മീൻതട്ടുകളും ചിക്കൻ സ്റ്റാളുകളും ഹോട്ടലുകളും മിന്നൽ പരിശോധന നടത്തി ശുചിത്വ നിലവാരം വിലയിരുത്തി. മാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾക്ക് കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ കർശന നടപടികൾക്ക് വിധേയമാക്കുമെന്ന് ബന്ധപ്പെട്ടവർക്ക് താക്കീത് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ വൈസ് പ്രസിഡന്റ് KK സക്കറിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചിവീട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥരും ഹെൽത്ത് ഇൻസ്പെക്ടർ ബാദുഷ എന്നിവരും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരം പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഏറ്റവും ആദ്യം തന്നെ അതിലെടുത്തൊരു തീരുമാനം മിന്നൽ പരിശോധന എന്നത് നമ്മൾ മത്സ്യ കച്ചവടം നടത്തുന്ന മത്സ്യ വിതരണം നടത്തുന്ന കടകൾ, മീൻതട്ടുകൾ, അതുപോലെ മാംസ കച്ചവടം നടത്തുന്ന ഭാഗങ്ങളിൽ, പിന്നെ അതിനോടനുബന്ധിച്ച് വഴിയോര കച്ചവടം ചെയ്യുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഈ മിന്നൽ പരിശോധന നടത്തുന്നത്. CPM കൊപ്രകളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കൊപ്രകളം പടിഞ്ഞാറ് ചക്കാലത്തോട് പരിസരത്ത് കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദിൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാർ, NK സുരേഷ്, റസീന ഷാഹുൽ ഹമീദ്, അബ്ദുൾ ഗഫൂർ, ഹബീബ്, ഹിസാം,
അബ്ദുൽ സലാം, സഗീർ എന്നിവർ നേതൃത്വം നൽകി. സമൂഹത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആരും ആവശ്യപ്പെടാതെ തന്നെ അത് കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് CPM പ്രവർത്തകരുടെ അവരുടെ കടമയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിർവഹിക്കാൻ വേണ്ടി തുനിഞ്ഞ് അത് പ്രാവർത്തികമാക്കുക. കൊപ്രക്കളത്തെ ഈ CPMൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ പ്രശംസിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടാതെയും ആവശ്യപ്പെട്ടിട്ടും ചെയ്യേണ്ടതുണ്ട്. കഴിമ്പ്രം മഹാത്മാ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അസോസിയേഷൻ സ്ഥാപിച്ച ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. MLA ഗീതാ ഗോപി അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ രക്ഷാധികാരി PN സുജിൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ താര ബാബു, അജ്മൽ ഷെരീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിതിൻ റാം, PV ആനന്ദൻ, അക്ഷയ് സുനിൽ, മുൻ മെമ്പർ ഫാത്തിമ സലീം, അസോസിയേഷൻ ഭാരവാഹികളായ വിജയകുമാർ ആലക്കൽ, സുനിൽ കുമാർ പച്ചപ്പുള്ളി, സജീന്ദ്രൻ വേലക്കാട്ട്, TMC രാജൻ, അമ്പിളി സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും അത് അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു റെസിഡൻഷ്യൽ ഒരു ടീം ഈ സദസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുജിന്തേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെടുന്നത് തന്നെ കഴിഞ്ഞ 10 വർഷം MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ചാനലുകളുടെ ഓപ്പറേറ്ററും അതിനേക്കാൾ കൂടുതൽ ഏത് മേഖലയിലും ഏത് പ്രശ്നങ്ങൾ വന്നാൽ അത് ക്യാമറ കണ്ണിൽ പകർത്തിയെടുത്ത് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്താൻ വളരെയധികം ജാഗ്രത പുലർത്തിയ ഒരാളായിരുന്നു സുജിന്തേട്ടൻ. ഓരോ ന്യൂസിലും ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ 2011 MLA വന്ന സമയത്ത് എനിക്ക് ന്യൂസുകളധികം കാണാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ പത്രത്തിലൂടെ പല പരിപാടികളും റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്തം അവിടെ പോകണം എന്നുള്ള ചിന്തകൾ കുറേ കൂടി നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങളും ചാനലുകളെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ്. അതിൽ എന്ത് കാര്യം വന്നാലും അത് ജനങ്ങളുടെ ഇടയിൽ മേലധികാരികളുടെ മുന്നിൽ കൃത്യമായി അവരോധിക്കാൻ മാധ്യമങ്ങൾ, പ്രാദേശിക ചാനലുകൾ നമുക്ക് ഏറെ സഹായം ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ മതിലകം CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി 3 ദിവസത്തെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കാർബൺ ന്യൂട്രൽ, കാർബൺ ഫുട് പ്രിന്റ് എന്നീ പരിസ്ഥിതി സൗഹാർദ്ദ ആശയങ്ങളെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ക്യാമ്പ് കുട്ടികൾക്ക് പുതുമയാർന്ന അനുഭവമായി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ CB രാജേഷ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ വികസനം ഉപസമിതി കൺവീനർ ഹിമ സന്തോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മഞ്ഞളി, അസീന റഷീദ്, PP പ്രസീത, വിജിത, ഷൈൻ, യാസർ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, CDS വൈസ് ചെയർപേഴ്സൺ ശാലിനി ബിജു, ബ്ലോക്ക് കോർഡിനേറ്റർ ജിസ്മി, അക്കൗണ്ടന്റ് സുജിത എന്നിവർ സംസാരിച്ചു. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ വരവൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. വരവൂർ കുമരപ്പനാലിൽ കുന്നത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. മൈസൂർ ആദി ചുഞ്ചനഗിരി മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആര്യ. ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. കോളേജിൽ നിന്ന് പിതാവിനോടൊപ്പം കാറിൽ നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ എതിരെ വന്നിരുന്ന മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. പിതാവ് സുരേന്ദ്രനും പരിക്കുപറ്റിയിട്ടുണ്ടെങ്കിലും സാരമുള്ളതായിരുന്നില്ല. കോളേജിലെ ഭക്ഷണവും താമസവും ശരിയായ രീതിയിലല്ലാത്തതിനെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച് പിതാവിനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ആര്യ. താനിം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മ ദിനാചരണം നടത്തി. മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ പിതാവുമായ കുട്ടികളെ ഏറെ സ്നേഹിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62ാമത് ചരമദിനാചരണം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചന നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ KN വേണുഗോപാൽ, ശിവാജി കൈപ്പുള്ളി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020. CBSE board exam result 2026. ഇത് വെറും ഒരു റിസൾട്ട് ആണോ? എവിടെ നിന്നാണ് ടോപ്പേഴ്സ്? ഫ്രം വേർ ഡിഡ് ദേ ഗെറ്റ് ദ ഹെൽപ്പ് ഫ്രം? സോ let me tell you this brief title. Say Yes Academy. Marks alla idu mindset ആണ് Says Academy യുടെ power. Yesterday they wished for it, today they earned it. So the should come join Says Academy for the best training of students. വാർത്താ നേരം തുടരുന്നു. പ്ലസ് ടുവിന് 1200-ൽ 1200 മാർക്കുമായി KR ആര്യ കീഴ്പുള്ളിക്കര ഗ്രാമത്തിന് അഭിമാനമായി. പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ ആര്യ ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ്. പെരിങ്ങോട്ടുര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തിയ KR ആര്യയ്ക്കാണ് പ്ലസ് ടുവിൽ 1200-ൽ 1200 മാർക്ക് ലഭിച്ചത്. കീഴ്പുള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം കൊളക്കാട്ടിൽ രാധാകൃഷ്ണന്റെയും സൗമ്യയുടെയും മകളാണ് KR ആര്യ. ഒട്ടേറെ പേരാണ് അഭിനന്ദന പ്രവാഹമായി ആര്യയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പുറകെ ഒന്നായി ഇടിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ കാറിന് തൊട്ടുപുറകിൽ വരികയായിരുന്ന മറ്റു കാറുകളും ഒരു പിക്കപ്പ് വാനും നിയന്ത്രണം വിട്ട് ഒന്നിനു പുറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ചെറിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ കോവിലകംപാടം റോഡിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. നിലമ്പൂരിൽ നിന്നും കൊടകരയിലേക്ക് പോരുന്ന കാറാണ് ഡിവൈഡറിലിടിച്ച് എതിർവശത്തെ റോഡിലേക്ക് തലകീഴായി മറിഞ്ഞത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തൃശൂർ അരണാട്ടുകര വടൂക്കര റോഡിൽ പരന്ന ഡീസലിൽ തെന്നി വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. വിവരം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരന്ന ഡീസൽ വെള്ളമൊഴിച്ച് അപകട സാധ്യത ഒഴിവാക്കി. CBSE പ്ലസ് 2 മൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച ഉത്തരക്കടലാസിലെ 2 പേജുകൾ കാണാനില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പരാതി. തൃശൂർ ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിനിയുടേതാണ് പരാതി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച ഉത്തരക്കടലാസ് എടുത്തപ്പോഴാണ് പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പേജുകളിൽ എഴുതിയ 3 മാർക്കിന്റെ ഉത്തരം മൂല്യനിർണ്ണയം ചെയ്തിട്ടില്ലെന്നും നോട്ട് അറ്റംപ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതുമെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു. പഴയന്നൂർ കയറമ്പാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാണ വ്യവസായ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി ജീവനക്കാരൻ മുങ്ങി. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി സൂര്യയാണ് ആസൂത്രിത കവർച്ച നടത്തിയത്. സ്ഥാപന ഉടമയായ തിരുവല്ലാമല കുത്താമ്പുള്ളി സ്വദേശി വിഷ്ണു കോയമ്പത്തൂരിൽ വിവാഹ ചടങ്ങിന് പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു കവർച്ച. കവർച്ച ചെയ്ത തുകയുമായി കമ്പനി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഉടമയുടെ സുഹൃത്ത് സത്യമൂർത്തിയുടെ സ്കൂട്ടറിലാണ് കടന്നുകളഞ്ഞത്. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കമ്പനി ഉടമ വിഷ്ണു പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. പ്രതിക്കായി പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മധുസൂദനന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാത പേരാമ്പ്രയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കോട്ട സ്വദേശി മേനാച്ചേരി വീട്ടിൽ 68 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്.
ചൊവ്വാഴ്ച വൈകിട്ട് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്താണ് അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ സ്ത്രീ തൊഴിലാളികളാണ് 9-ാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സിന് സമീപം രാജവെമ്പാലയെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി റേഞ്ച് DFOമാരായ VV സുധീർ, വിൽസൺ പല്ലശ്ശേരി, വിവേക് എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി വനാന്തരത്തിൽ തുറന്നുവിട്ടു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പട്ടാപ്പകൽ വീട് പൊളിച്ച് സ്വർണവും വെള്ളിയും കവർന്ന കേസിൽ തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ പ്രതികൾ പോലീസ് പിടിയിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതികളും തിരുനെൽവേലി സ്വദേശികളും സഹോദരങ്ങളുമായ തങ്കമുത്തു, അയ്യപ്പൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-ന് പടിഞ്ഞാറേക്കോട്ടയിലുള്ള രാജശ്രീയുടെ വീട് പട്ടാപ്പകൽ കുത്തി തുറന്നാണ് 6 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ഉൾപ്പെടെ 6 ലക്ഷത്തിലധികം രൂപയുടെ ആഭരണങ്ങൾ പ്രതികൾ കവർന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സ്ക്വാഡും തൃശൂർ വെസ്റ്റ് പോലീസും ചേർന്നാണ് മണ്ണുത്തി ഭാഗത്തു നിന്നും പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമായ ബലിപെരുന്നാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ED അന്യായമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM കോപ്രകളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കയ്പമംഗലത്തെ തെരുവുനായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.